ഹലോ എവ്രി വൺ വെൽക്കം ടു നിമിഷ സ്മാർട്ട് കുക്കിംഗ്. ഞാൻ നിമിഷ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചോക്ലേറ്റ് കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ആനിവേഴ്സറി കേക്കായത് 1 kg കേക്ക് അത് റെഡിയാക്കുന്നത് നമ്മൾ 7 ഇഞ്ച് മോഡലാണ് ഞാൻ ബേക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് സ്പഞ്ച് 3 ലെയേഴ്സായിട്ട് കട്ട് ചെയ്യണം. അതിന് ശേഷം നമുക്ക് ഷുഗർ സിറപ്പും കൊണ്ട് സോക്ക് ചെയ്തെടുക്കുക. ഷുഗർ സിറപ്പ് ഉണ്ടാക്കുമ്പം 1 ടീസ്പൂണകത്ത് കോഫി പൗഡറും ആഡ് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നല്ലൊരു റിച്ച് ആയിട്ടൊരു ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ നന്നായിട്ടും സോക്ക് ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്കാണെങ്കിൽ ക്രീമിനകത്തും ഗനാഷ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഐസിങ് ചെയ്യുന്നത്. അതിൻ്റെ മേളിൽ കൂടെ എക്സ്ട്രാ ഗനാഷ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചോക്കോ ചിപ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതേണൊക്കെ വേണം എല്ലാ ലെയറും റെഡിയാക്കി എടുക്കാനായിട്ട്. നല്ല റിച്ച് ആയിട്ട് ചോക്ലേറ്റ് കേക്ക് നമുക്ക് റെഡിയാക്കി കിട്ടും. ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളി റിവ്യൂ കിട്ടും. എനിക്ക് നല്ലൊരു റിവ്യൂ ആയിരുന്നു ഈ കേക്കിന് വേണ്ടി കിട്ടിയിട്ടുള്ളത്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ നമുക്ക് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എത്രയേ പറ്റുന്നോ ഐസിങ് ചെയ്യാൻ വേണ്ടി ക്രീം കുറച്ച് യൂസ് ചെയ്താൽ മതിയെന്ന്. അപ്പോൾ അതനുസരിച്ച് കുറച്ച് ക്രീമും കൊണ്ട് നമുക്ക് എങ്ങനെ നല്ല ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് ഐസിങ് ചെയ്തെടുക്കുന്നത് അത് നമുക്കൊന്ന് കാണാം. പിന്നെ ചോക്ലേറ്റ് ഗനാഷിൻ്റെ റേഷ്യോ എപ്പോഴും പറയുന്ന കൂട്ടിന് 1:2 റേഷ്യോയിലാണ് നമുക്ക് വെക്കേണ്ടത്. എന്ന് വെച്ചാൽ 2 കപ്പ് ചോക്ലേറ്റ് എടുക്കുകയാണെങ്കിൽ 1 കപ്പ് നമുക്കാണെങ്കിൽ വിപ്പിംഗ് ക്രീമോ ഫ്രഷ് ക്രീമോ എടുക്കുക. ഡബിൾ ബോയിൽ മെത്തേഡിൽ നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കുക. പിന്നെ അതിന് ശേഷം നമുക്കാണെങ്കിൽ 1 ടീസ്പൂൺ നമുക്ക് ബട്ടറും കൂടെ ചെയ്ത് എടുക്കുകയാണെങ്കിൽ അതുകൊണ്ട് നമുക്ക് ഡ്രിപ്പായിട്ട് ഗ്ലേസിങ് നമ്മൾ ചെയ്യത്തില്ല ഐസിങ് ചെയ്യാനായിട്ട്. അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. നല്ല അടിപൊളി ഗ്ലേസ് ആയിട്ട് കിട്ടും. നമുക്ക് ഗ്ലേസിങ്ങിൻ്റെ ഒന്നും ആവശ്യം വരത്തില്ല. മാർക്കറ്റിൽ മേടിക്കുന്ന 1 ടീസ്പൂൺ ബട്ടർ മാത്രമേ ഇട കൊടുത്താൽ നല്ല അടിപൊളി ഗനാഷായി നമുക്ക് റെഡിയായി കിട്ടും. അപ്പോൾ കണ്ടില്ലേ, ഞാൻ എല്ലാ ലെയറും ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമ്മളാണെങ്കിൽ ക്രം കോട്ട് ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റത്തേക്ക് നമുക്ക് ഫ്രിഡ്ജിൽ സെറ്റ് ആവാനായിട്ട് വയ്ക്കുക. അപ്പോൾ ആ ക്രംസൊക്കെ ഒന്ന് സെറ്റായി കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഐസിങ് ചെയ്യാൻ ഒന്നും കൂടെ ഈസി ആയിരിക്കും കേട്ടോ. നമ്മൾ ഉടനെ തന്നെ ചെയ്യുവാണെങ്കിൽ അത് ശരിക്കും ഫിനിഷിംഗ് ആയിട്ട് കിട്ടത്തുമില്ല. പിന്നെ കുറേ സമയം എടുക്കും. അപ്പോൾ അതിന് നല്ലത് നമുക്കൊരു 15 മിനിറ്റേക്ക് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഐസിങ് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ക്രം കോട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് ഫ്രിഡ്ജിൽ സെറ്റാക്കാനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഞാൻ ഐസിങ് ചെയ്യുന്നത്. അപ്പോൾ അതേ വൈറ്റ് ക്രീമും കൊണ്ട് തന്നെ ഐസിങ് ചെയ്ത് കസ്റ്റമൈസ് ചെയ്യിച്ച കേക്കാട്ടോ. അവരെന്നെ ഡിസൈൻ നമുക്ക് സെലക്ട് ചെയ്ത് തന്നതാണ്. സെയിം അതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പം ഇതേ കണ്ടില്ലേ, ക്രീം നമ്മളതേ കുറച്ച് ക്രീമേ എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഐസിങ് ചെയ്യുന്നത് നന്നായിട്ടൊന്ന് ക്രീമൊക്കെ ഇനി എക്സ്ട്രാ സൈഡിൽ നിന്നൊക്കെ വരത്തില്ലേ, അതുകൊണ്ടൊക്കെ തന്നെ ഞാൻ ഫിനിഷിങ് എടുക്കുന്നത്. ഒത്തിരി ഒന്നും ക്രീമൊന്നും എക്സ്ട്രാ ആഡ് ചെയ്യുന്നില്ല. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് റെസിപ്പീസും കേക്കിൻ്റെ വീഡിയോസൊക്കെ എങ്ങനെയാണ് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ അറിയിക്കുക. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ ഇതേവരെ പുതിയ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ടും ചെയ്യാൻ മറന്നുപോലെ. അപ്പോൾ അതേ കണ്ടില്ലേ, നന്നായിട്ട് നമ്മൾ ഫിനിഷിങ് ചെയ്തെടുത്തു. ഒത്തിരി ഫിനിഷിങ്ങിൻ്റെ ആവശ്യമില്ല. എന്ന് വെച്ചാൽ മേളിൽ നമുക്കാണെങ്കിൽ സിലിക്കോൺ ബ്രഷ് ഇല്ലേ നമുക്ക് സിലിക്കോണിൻ്റെ, അതുകൊണ്ട് നമുക്ക് ഐസിങ് ചെയ്യാനുള്ള ഡിസൈൻ കൊടുക്കാനുള്ളത്. അതുകൊണ്ട് നമുക്ക് ഒത്തിരി ആയില്ലേലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ല ഫിനിഷിംഗ് ആയിട്ട് നല്ല കിട്ടുന്നത് ഇതിന് വേണ്ടി. ഇതേ കണ്ടില്ല, അത് എത്ര നല്ല ക്ലീനായിട്ട് നമുക്ക് ആയി കിട്ടിയേ കണ്ടില്ലേ. അതുപോലെ തന്നെ നമുക്ക് ചെയ്താൽ മതി. അപ്പോൾ അതേ ഇതുപോലെയൊക്കെ വെച്ച് കൊടുത്തിട്ട് ഇനി കുറച്ച് ഫ്ലവേഴ്സൊക്കെ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും വെച്ച് കൊടുത്തിട്ട് പിന്നെയാണ് ഈ ക്രീമിനകത്ത് കുറച്ച് റെഡ് കളർ ഇട്ട് കൊടുത്തിട്ട് അതുകൊണ്ട് ഹാർട്ടും വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് ഇതുപോലെ റെഡി ആവുന്നുണ്ട്. എപ്പോഴാണെങ്കിൽ നമ്മൾ ഡെലിവറി ചെയ്യുന്നത് ഒരു 2-3 മണിക്കൂറത്തേക്കെങ്കിലും ഫ്രിഡ്ജിൽ സെറ്റ് ആവാനായിട്ട് വെക്കണം. അതിന് ശേഷം കേക്ക് ഡെലിവറി ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ കട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ കട്ട് ചെയ്യാവുള്ളൂ കേട്ടോ. കുറച്ച് നേരത്തേക്കൊന്ന് സെറ്റ് ആവുള്ളൂ. എന്നാലും ശരിക്കും കേക്കിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തേ ഉള്ളൂ. അപ്പോൾ അതേ നന്നായിട്ട് ഇതായിട്ടുണ്ട്. ഇതുപോലെ ഹാർട്ട് നമുക്ക് വരച്ച് കൊടുക്കാം. അവിടെ ഒത്തിരി വേണ്ട, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോന്നായിട്ട് മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നുപോലെ. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്, താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ.